ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് സഫീന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേട്ടറ്റ് അറബിക്കിന്റെ 3 and 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രശസ്തനായ ഒരു കവിയുണ്ട്, ഇമ്രിയുൽ ഖൈസ്. ഇമ്രിയുൽ ഖൈസിനെ പറ്റി സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2017 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ക്ലാസ് കേൾക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു കവിതാ ശകലമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അലാ യുഹൽ ലൈലു തുവീലുൽ അഞ്ജലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻ കബി അംസലി. ഇത് ഒരു ഏകദേശം ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ഈ വരികള് ആരുടേതാണെന്ന് ചോദിച്ചിട്ട് സുഹൈർ ഇബ്നു അബി സലമ, ഹസ്സാൻ ഇബ്നു സാബിത്, ഇമ്രിയുൽ ഖൈസ്, കഅബ് ഇബ്നു സുഹൈർ. ആരുടേതാണ്? ഇമ്രിയുൽ ഖൈസിൻ്റെതാണ്. ഇമ്രിയുൽ ഖൈസ് ആണ് രാത്രിയെ പറ്റി ജാഹിലിയ കാലഘട്ടത്തില് വിശേഷിപ്പിച്ച് കവിത എഴുതിയിട്ടുള്ള വ്യക്തി. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അൽ യൗമു ഖംറുൻ വഗദൻ അംർ മൻ കാല. ഇന്നത്തെ ദിവസം മദ്യം അഥവാ ഇന്നത്തെ ദിവസം ലഹരി, നാളെയാകട്ടെ കാര്യവും. ഇത് ആരുടെ പ്രശസ്തമായിട്ടുള്ള വരികളാണ്, അല്ലെങ്കിൽ ഇത് ആരുടെ ഡയലോഗ് ആണെന്നാണ് ചോദ്യം. ഇതും സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഈ ഒരു ഡയലോഗ് ഇത്രയുമല്ല, ഇതിനു മുൻപിലും കുറച്ചുകൂടി ഉണ്ട്. നമുക്കറിയാം ഇമ്രിയുൽ ഖൈസിന്റെ ആ ഒരു ഹിസ്റ്ററി, ആ ഒരു ചരിത്രമൊക്കെ നമ്മൾ അറബി പഠിക്കാൻ തുടങ്ങുന്ന കാലഘട്ടം മുതൽ പഠിക്കുന്ന ഒരാളാണ് ഇമ്രിയുൽ ഖൈസ്. അതിൽ ഏറ്റവും ആദ്യം മുതൽ നമുക്കറിയാം, അത്രയും ആ കാലഘട്ടം മുതൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇമ്രിയുൽ ഖൈസ്. അപ്പോൾ ഇമ്രിയുൽ ഖൈസ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏത് പാർട്ടിലാണ് ഇത് പറയുന്നതെന്നും നമുക്കറിയാം. ഇതിലിപ്പോ അബൂ നവാസ്, ഇമ്രിയുൽ ഖൈസ്, അബുൽ അത്താഹിയ, മുത്തനബി, ഈ ഇതില് അബുൽ അത്താഹിയ ഒഴികെ അബൂ നവാസിനെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിനോട് കണക്ട് ചെയ്യാം. കാരണം അബൂ നവാസ് ഒക്കെ സ്വാഹിബു ഹംറിയാത്ത് അല്ലെങ്കിൽ മദ്യത്തിന്റെ വക്താവായിട്ടുള്ള ഒരാളാണ്. മുത്തനബിയും അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കണക്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നാൻ അവിടെ വഴിയുണ്ട്. പക്ഷെ ഇമ്രിയുൽ ഖൈസിന്റെ ജീവചരിത്രം കൃത്യമായിട്ട് പഠിച്ച ഒരാളാണ് എങ്കിൽ യാതൊരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്രിയുൽ ഖൈസിന്റെ ജീവിതത്തിന്റെ ഏത് കാലഘട്ടം, ഏതൊരു ഘട്ടത്തിലാണ് ഈ ഡയലോഗ് ഇമ്രിയുൽ ഖൈസ് പറയുന്നത് എന്ന് എല്ലാവർക്കും മനഃപ്പാഠമായിരിക്കും അല്ലെ. ഇമ്രിയുൽ ഖൈസ് തന്റെ പിതാവിന്റെ മരണവാർത്ത അറിയുമ്പോൾ കൊടുക്കുന്ന റിപ്ലൈ ആണ്, അല്ലെങ്കിൽ അപ്പോ പറയുന്ന വാക്യങ്ങളാണ്. എങ്ങനെയാണ് ഇതിന്റെ തുടക്കം? ഇങ്ങനെയാണോ എന്നാണ്, ലൊയ്യവനി അബി സൊഗീറ വഹമ്മിൽനി ദമ്മുഹു കബീറ. അതായത് എന്റെ യുവത്വം അല്ലെങ്കിൽ എന്റെ ചെറുപ്പ കാലഘട്ടം എന്റെ പിതാവ് നശിപ്പിച്ചു, എന്നിട്ട് ഇപ്പോൾ ഹമ്മിലിനി എന്നിൽ ഏൽപ്പിച്ചു, ദമ്മുഹു അദ്ദേഹത്തിന്റെ രക്തത്തിനെ, അദ്ദേഹത്തിന്റെ പ്രതികാരം എന്നില് ഏൽപ്പിച്ചു, അഥവാ അദ്ദേഹത്തിനെ കൊന്നവരോടുള്ള പ്രതികാരം എന്നില് ഏൽപ്പിച്ചു. എന്നിട്ട് അൽ യൗമു ഖംറുൻ ഇന്ന് മദ്യം, നാളെയാകട്ടെ അമ്ര നാളെ കാര്യവും. അങ്ങനെ അദ്ദേഹം ആ ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ പറയുന്ന ഡയലോഗാണ്. അവിടെ വെച്ച് അദ്ദേഹം പിതാവിന്റെ കൊലപാതകികളെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യുമെന്നൊക്കെ അദ്ദേഹം അവിടെ പ്രതിജ്ഞ എടുക്കുകയാണ്. അപ്പോ ഈ ഒരു പ്രശസ്തമായ ഡയലോഗ് ഇമ്രിയുൽ ഖൈസിൻ്റെതാണ്. ഒരു പക്ഷേ ഈ ഭാഗം വരാം, അല്ല എങ്കിൽ ഇതിന്റെ തുടക്കമായ ലൊയ്യവനി അബി സൊഗീറ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ വരാം. അപ്പോ നോട്ട് ചെയ്തു വെച്ചോളൂ, ഇമ്രിയുൽ ഖൈസിൻ്റെതാണ് ഈ വാക്യങ്ങൾ. മിക്കജിൻ മുഫജിൻ മിക്കബലിൻ മുദ്ബരിൻ മആ കജുൽമൂദി സൊഹരിൻ ഹത്തുഹു സൈലോ മിനാല. ഇതും ആരുടെ വരികളാണ്? ഇതും ഒരു 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന കവിതാശകലമാണ്. ഇതും ഇമ്രിയുൽ ഖൈസിന്റെ പ്രശസ്തമായിട്ടുള്ള വരികളാണ്. മിക്കജിൻ മിഫജിൻ മുഖബലിൻ മുദ്ബരിൻ മആ കജുൽമൂദി സൊഹരിൻ ഹത്തുഹു സൈലോ മിനാല. മൻ യുറഫു ബി അമീർ ശുഅറാഉൽ ജാഹിലി. ജാഹിലിയ കാലഘട്ടത്തിലെ അമീറു ശുഅറ എന്നറിയപ്പെട്ടിരുന്ന കവി. ഈ അമീറു ശുഅറ എന്ന അപരനാമം ഓരോ കാലഘട്ടത്തിലും പല വ്യക്തികളായിട്ട് ഉണ്ട്. നമുക്കറിയാം അമീറു ശുഅറാഉ ഫി അസ്റുൽ ഹദീസ് ഉണ്ട്, അമീറു ശുഅറാഉൽ ഉന്ദുലൂസ് ഉണ്ട്, അമീറു ശുഅറാഉ ഫിൽ മഹ്ജർ ഉണ്ട്. അങ്ങനെ
പല പല ആളുകളിലേക്ക് ഈ അമീർ ഷുഅറ എന്ന ലഖബ് മാറി മാറി പോകുന്നുണ്ട്. ഇവിടെ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതാണ് ജാഹിലിയ കാലഘട്ടത്തിലെ അമീർ ഷുഅറ ആയിട്ട് അറിയപ്പെടുന്നത് ആരാണ്? അതും ഇമ്രിയുൽ ഖൈസ് ആണ്. അമീർ ഷുഅറാഉൽ ജാഹിലി ഇമ്രിയുൽ ഖൈസ് ആണ്. ഇത് ആരുടെ വരികളാണ്? ആരുടെ വരികളാണ് എന്നുള്ള ചോദ്യം ഇത് ഏത് ബഹറിലാണ് എന്നാണ്. പക്ഷേ നമുക്കറിയാം ഇത് ആരുടെ വരികളാണ്? ഇമ്രിയുൽ ഖൈസിന്റേതാണ്. ഇമ്രിയുൽ ഖൈസിന്റെ ഏത് കവിതയിലേതാണ്? നമ്മുടെ മുഅല്ലഖയുടെ മത്ലാണ്. ഇമ്രിയുൽ ഖൈസിന്റെ മുഅല്ലഖയുടെ തുടക്കം തന്നെ ഉള്ള വരികളാണ് ഖിഫാ നബക്കി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് ഏതൊരു ബഹറിലാണ് എന്നാണ്. ഏത് ബഹറിലാണ്? തൊവീൽ ബഹറിലാണ് ഇമ്രിയുൽ ഖൈസ് തന്റെ മുഅല്ലഖകള് രചിച്ചിട്ടുള്ളത്. ഇനിയോ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കവിതയുടെ ചിലപ്പോ ഇമ്രിയുൽ ഖൈസിന്റെ മുഅല്ലഖയുടെ കാഫിയ എന്താണെന്ന് ചോദിച്ചേക്കാം. എന്താണ് കാഫിയ? ലാമിയയാണ് കേട്ടോ. ഇമ്രിയുൽ ഖൈസിന്റെ കവിതയുടെ കാഫിയ ലാമിയാണ്. കണ്ടോ, ലാമിലാണത് എൻഡ് ചെയ്യുന്നത്. അപ്പോ ഇമ്രിയുൽ ഖൈസ് തൊവീൽ ബഹറിലാണ് കവിത എഴുതിയിട്ടുള്ളത്. ലാമിയാണ് അദ്ദേഹത്തിന്റെ കാഫിയ. അടുത്ത ചോദ്യം നോക്കാം. അഷ്ഹറ മാഫി ദീവാനി ഇമ്രിയുൽ ഖൈസ് മുഅല്ലഖതുഹു വഹിയ തഖൗ ഫീ നഹു. ഇമ്രിയുൽ ഖൈസിന്റെ ദീവാനുകളില് ഏറ്റവും പ്രശസ്തമായത് അദ്ദേഹത്തിന്റെ മുഅല്ലഖകളാണ്. അത് ഏകദേശം എത്ര വരികൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവെ ബൈത്തുകളുടെ എണ്ണം ഒന്നും നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാറില്ല അല്ലേ. ഇതൊന്നും ചോദിക്കില്ലായിരിക്കും എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറാണ് പതിവ്. പക്ഷേ ആ ഒരു ഭാഗത്തിൽ നിന്ന് പോലും നമുക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എത്ര ബഹർ ഉണ്ടായിരുന്നു, എത്ര ബൈത്ത് ഉണ്ടായിരുന്നു എന്നാണ് ചോദ്യം. ഇമ്രിയുൽ ഖൈസിന് ഏകദേശം 80ഓളം ബൈത്ത് ഉണ്ടായിരുന്നു മുഅല്ലഖയില്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇമ്രിയുൽ ഖൈസ് ഷായിറുൻ ജാഹിലി മഷ്ഹൂറുൻ മൽ മുറാദു ബി ജാഹിലി. ഇമ്രിയുൽ ഖൈസ് ഷായിറുൻ ജാഹിലി മഷ്ഹൂർ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാഹിലി എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിയേ. ലൈസ ഫീ ഷിഅറുഹു കാഫിയ. അദ്ദേഹത്തിന്റെ കവിതയിൽ എന്തുണ്ടായിരുന്നില്ല? കാഫിയ ഉണ്ടായിരുന്നില്ല. ലാ യഅലമു ഖവായിദുൽ അറൂൽ. അദ്ദേഹത്തിന് അറൂലയുടെ ഖവായിദുകൾ ഒന്നും അറിയില്ലായിരുന്നു. ആശമ ഖബലൽ ഇസ്ലാം. ഇസ്ലാമിന് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ഒയറുമ ദക്കറ. ഈ പറഞ്ഞവ ഒന്നും തന്നെയല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ആശമ ഖബലൽ ഇസ്ലാം. അദ്ദേഹം ഇസ്ലാമിന് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ വരിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ തരുന്നത്. പക്ഷെ ജാഹിലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇസ്ലാമിന് മുൻപുള്ള കാലഘട്ടത്തിനാണ് ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്നത്. ലൈസ മിൻ അൽഖാബി ഇമ്രിയുൽ ഖൈസ്. ഇമ്രിയുൽ ഖൈസിന്റെ അപരനാമങ്ങളിൽ പെടാത്തത്, ഇമ്രിയുൽ ഖൈസിന്റെ അപരനാമം അല്ലാത്തത് ഇവയില് ഏതാണ്? അൽ ഉലാമുൽ ലാഹി, അൽ അമീറു ത്വരീദ്, അഷാബു ഷരീദ്, അൽ മലിക്കുൽ ലുലീൽ. ഏതാണ് ഇമ്രിയുൽ ഖൈസിന്റെ അപരനാമം അല്ലാത്തത്? ഓപ്ഷൻ സി ആണ്. ഷാബു ഷരീദ് ഇമ്രിയുൽ ഖൈസിന്റെ അപരനാമം അല്ല. ബാക്കിയുള്ളവ എല്ലാം തന്നെ ഇമ്രിയുൽ ഖൈസിന്റെ ലഖബില് പെട്ടതാണ്. നമുക്കറിയാം ഇമ്രിയുൽ ഖൈസിന് ഒരുപാട് ലഖബുകൾ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് അൽ ഉലാമുൽ ലാഹി. എന്താണ് അൽ ഉലാമുൽ ലാഹി എന്ന് പറഞ്ഞാല്? വിനോദത്തിൽ ഏർപ്പെട്ട കുട്ടി. അഥവാ ഇമ്രിയുൽ ഖൈസ് ചെറിയ പ്രായം മുതലേ തന്നെ എപ്പോഴും ഇങ്ങനെ തോന്നിവാസത്തിൽ വസിച്ചിരുന്ന ഒരാളാണ്. അല്ലെങ്കിൽ തന്നിഷ്ടപ്രകാരം മദ്യം അങ്ങനത്തെ ദുശ്ശീലങ്ങളിൽ വസിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വിനോദത്തിൽ ഏർപ്പെട്ട കുട്ടി, അതാണ് ഉലാമുൽ ലാഹി. അൽ അമീറു ത്വരീദ്. അമീറു ത്വരീദ് എന്ന് പറഞ്ഞാല് ആട്ടി ഓടിക്കപ്പെട്ട രാജാവ്. അതായത് ഇമ്രിയുൽ ഖൈസിന്റെ പിതാവ് ബനു അസദ് ഗോത്രത്തിലെ രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് ശേഷം രാജാവാകേണ്ടിയിരുന്ന ആളാണ് ഇമ്രിയുൽ ഖൈസ്. പക്ഷേ ഈ ഇമ്രിയുൽ ഖൈസിന്റെ പിതാവിന്റെ ഈ രാജാവിന്റെ ഭാര്യയെ മോശമായിട്ടെന്തോ കവിത എഴുതിയതിന്റെ പേരില് ആട്ടി ഓടിക്കുകയാണ് ചെയ്യുന്നത് ഈ പിതാവ്. അതുകൊണ്ട് തന്നെയാണ് അമീറു ത്വരീദ്, ആട്ടി ഓടിക്കപ്പെട്ട രാജാവ് എന്ന ലഖബ് വരാൻ കാരണം. പിന്നെയോ അതുപോലെ തന്നെ അൽ ഉലാമുൽ ലാഹി നമ്മൾ പറഞ്ഞില്ലേ, അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അൽ ഉലാമുൽ ഖത്തീൽ എന്ന് പറയുന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയുണ്ട്, അല്ലെങ്കിൽ സാഹിബുൽ മുഅല്ലഖയുണ്ട്.
കൊല്ലപ്പെട്ട കുട്ടി അൽ ഗുലാമുൽ ഖത്തീൽ. അതാരാണ്? ഗുലാമുൽ ഖത്തീൽ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ത്വറഫയാണ്. ത്വറഫത്ത് ഇബ്നുൽ അബ്ദാണ്. കാരണം ഇദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഏകദേശം ഒരു 25 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഇദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അൽ ഗുലാമുൽ ഖത്തീൽ എന്നറിയപ്പെടുന്നത് ത്വറഫയാണ്. അൽ ഗുലാമുൽ ലാഹി ഇമ്രിയുൽ കൈസ് ആണ്. അമീർ ത്വരീദ് നമ്മൾ പറഞ്ഞു. പിന്നെ മലിക്കുൽ വലീൽ. മലിക്കുൽ വലീൽ എന്ന് പറഞ്ഞാലും എന്താണ്? നഷ്ടപ്പെട്ട രാജാവ്, അല്ലെങ്കിൽ നഷ്ടം സംഭവിച്ച ദ ലോസ്റ്റ് കിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ രാജാവാകാൻ പറ്റാതെ നഷ്ടം സംഭവിച്ച രാജാവ്. അതുകൊണ്ട് അൽ മലിക്കുൽ വലീൽ. ഇത് കൂടാതെ ഇനിയുമുണ്ട്. ഇതിൽ പ്രശസ്തമായ ഒരു അപരനാമമാണ് ദുൽ കറൂഹ്. പൊതുവെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്താണ്? ദേഹം മുഴുവൻ വ്രണം ബാധിച്ച വ്യക്തി. ദുൽ കറൂഹ് എന്ന ഒരു ലഖബും ഇമ്രിയുൽ കൈസിനുണ്ട്. അതുപോലെ തന്നെ ഇമ്രിയുൽ കൈസ് അദ്ദേഹത്തിനെ സ്വയം വിളിച്ചിരുന്ന ഒരു അപരനാമമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് അൽ ഗന്നാൻ ഫിൽ മജൂൻ. ഇമ്രിയുൽ കൈസ് അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് അൽ ഗന്നാൻ ഫിൽ മജൂൻ, അഥവാ എന്താണ്? തോന്നിയവാസത്തിൽ, അല്ലെങ്കിൽ വിവരക്കേടില് അങ്ങേയറ്റം ഏറ്റവും ഹൈ ലെവലിലുള്ള ആള്, തോന്നിയവാസത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തി എന്നാണ് ഇമ്രിയുൽ കൈസ് അദ്ദേഹത്തിനെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഇതുകൂടാതെ ഒരുപാട് അപരനാമങ്ങള് ഇമ്രിയുൽ കൈസിനുണ്ട്. എന്താണ്? നരകത്തിലെ കവികളുടെ രാജാവ് എന്നൊക്കെ ഇമ്രിയുൽ കൈസിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ക്യാപ്സ്യൂൾ ആയിട്ടൊക്കെ കൃത്യം ഒരു കവികളെ പറ്റി, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുടെ പഠനം മെച്ചപ്പെടുത്താൻ, നമ്മുടെ കേട്ടറ്റിന്റെ ഒക്കെ 3 and 4 നോട്ടിഫിക്കേഷൻ ഒക്കെ ഇനി വൈകാതെ വരും. നമുക്കിപ്പോൾ കഴിഞ്ഞ കേട്ടറ്റിന്റെ റിസൾട്ട് വരാനായിട്ടുണ്ട്. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് അടുത്ത ഡിസംബറിലെ കേട്ടറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാപ്സ്യൂൾ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ട് എങ്കിൽ, കൃത്യമായിട്ടൊരു ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കണമെന്നൊക്കെ ഉണ്ട് എങ്കിൽ എത്രയും വേഗം നിങ്ങൾ നമ്മുടെ CC-യിലേക്ക് പോര്. നമ്മളിവിടെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ വെച്ച്, ഒരു സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് ഇതുപോലെ ക്യാപ്സ്യൂളുകളൊക്കെ കൊടുത്ത് നമ്മുടെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എത്രയും വേഗം നമ്മുടെ ബാച്ചിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തവണത്തെ കേട്ടിട്ട് ഷുവറാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എങ്കിൽ അവർക്ക് നമ്മുടെ CC-യെ പറ്റി മെൻഷൻ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുക, നമ്മുടെ കോഴ്സിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. നമുക്കിപ്പോൾ JLT ഒക്കെ എഴുതണം എന്നുണ്ട് എങ്കിൽ നിർബന്ധമാണ്. കേട്ടറ്റ് ഇല്ലാതെ നമുക്ക് എന്താണെങ്കിലും JLT പോലെയുള്ള പരീക്ഷകളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കേട്ടറ്റ് എത്രത്തോളം നിർബന്ധമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ സമയം വൈകാതെ ഇനിയും പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കാതെ എത്രയും വേഗം പഠിച്ച് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇനി കേട്ടറ്റ് ഉള്ളവരോടാണ് എങ്കിൽ എനിക്ക് JLT-യെ പറ്റിയാണ് പറയാനുള്ളത്. നിങ്ങൾ JLT-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനും നമ്മുടെ CC-യിൽ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. ഡെയിലി പോർഷൻസ് ഉണ്ടാകും. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവാണ് എങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് എന്താണെങ്കിലും എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ മാത്രമല്ല, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടാകും. റാപ്പിഡ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടാകും. വീക്ക്ലി റിവിഷൻസ് എക്സാം ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ CC-യിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ കേട്ടറ്റിനും JLT-ക്കും ഒക്കെ വേണ്ടി ഫ്രീ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ എക്സാമിനെ പറ്റിയും കോഴ്സുകളെ പറ്റിയും ഒക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മളതിൽ എപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എങ്കിൽ താഴെ നമ്മൾ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.